നമസ്കാരം, വെൽക്കം ടു ഔട്ട്സ്പോക്കൺ. റിലീസിന് മുൻപും റിലീസിന് ശേഷവും ധാരാളം കോൺട്രവേഴ്സികൾ ഉണ്ടാക്കിയ ഒരു സിനിമയാണ് മാമാങ്കം. ഒരു കാലത്ത് ഏത് ന്യൂസ് ചാനലിൽ വെച്ചാലും മാമാങ്കത്തിനെ പറ്റിയുള്ള വാർത്തകളും ചർച്ചകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബൈജു കൊട്ടാരക്കരയും എം.എ. നിഷാദും ഒക്കെ 3 മാസം കഞ്ഞി കുടിച്ച് കഴിഞ്ഞത് തന്നെ മാമാങ്കം ഉണ്ടാക്കി വെച്ച കോൺട്രവേഴ്സികൾ കാരണമാണ്. എന്തൊക്കെയായിരുന്നു പുകില്? സ്ക്രിപ്റ്റ് തിരുത്തുന്നു, ഡയറക്ടറെ മാറ്റുന്നു, ഡയറക്ടറും പ്രൊഡ്യൂസറും തമ്മിൽ അടിയാകുന്നു, അവർ കോടതിയിൽ പോകുന്നു, നടന്മാരെ മാറ്റുന്നു, പുതിയ നായിക വരുന്നു, റിലീസ് നീളുന്നു, റിലീസ് തടയുന്നു, ഒൺലി ഫാൻസിൽ മാമാങ്കം ട്രെൻഡിങ് ആവുന്നു. എന്തിനേറെ പറയുന്നു, വൈ ഡിഡ് കട്ടപ്പ കിൽ ബാഹുബലി എന്ന ചോദ്യത്തിന് ശേഷം ലോകം മുഴുവൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ ചോദ്യമായിരുന്നു, വിൽ മാമാങ്കം ബി എവർ റിലീസ്ഡ്? அவர் ஏன் வரணுங்கிற காரணங்களை ஆதாரத்தோட அப்லோட் பண்ணுவோம். நம்மளை பார்த்துட்டு நிறைய பேர் இதை ஃபாலோ பண்ணுவாங்க. இது உலகம் பூரா பரவும். വിവാദത്തിൽ ഗംഗ വന്നു ചേർന്നിടുന്ന ഗർജനം മഹാചരിത്ര വീരശൂരഭേരിയായ മാമാങ്കം. ദിനം പടർന്നു നാവയാകെ ചോപ്പണിഞ്ഞുലഞ്ഞിടും മണിത്തറയ്ക്കു മേലെ ഘട്ടവേഗമായി മാമാങ്കം. അങ്ങനെ കാത്തിരുന്ന ഒടുക്കം മാമാങ്കം റിലീസായി. കണ്ടിറങ്ങുമ്പോൾ എല്ലാവരും കണ്ണ് നനഞ്ഞു. കാരണം കയ്യിലെ കാശ് പോയത് ഓർത്തിട്ടായിരിക്കും. മലയാളത്തിന്റെ മഹാനടൻ തകർത്തിരിക്കുകയാണ് ഈ പടത്തിലൂടെ. ഇനി ഇങ്ങനെയുള്ള കലാകാരന്മാരുണ്ടാവോ? ജ്ഞാപകം പോലത്തെ പാട്ടൊക്കെ വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? പടം വെറുതെ മൂടാണോ? ഒരു രക്ഷയില്ല. ഇതന്നെ ഒരുത്തൻ തുണിയൊന്നും ഇല്ലാതെ ഇറങ്ങി വരുന്നത്. ഇവൻ തിയേറ്ററിനകത്തെ ഇരുട്ടത്ത് പടം കാണാൻ വേണ്ടി തന്നെ ആണോ പോയത്? പിന്നെ അല്ല, പൊളിച്ചടുക്കി മമ്മൂക്ക. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമയാണ് മാമാങ്കം. എന്റെ അച്ഛൻ മാമാങ്കത്തിന് പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ല. അയാള് രക്ഷപ്പെട്ടു. അവന്റെ മാമാങ്കത്തിന് പോകേണ്ട സമയം. അപ്പൊ നമുക്കറിയാം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 12 വർഷത്തിലൊരിക്കൽ തിരുനാവായയിൽ നടത്തി വന്നിരുന്ന ഒരു മഹാമേളയായിരുന്നു മാമാങ്കം. ഈ മാമാങ്കത്തിൽ സാമൂതിരിയെ കൊല്ലാൻ വള്ളുവനാട്ടിലെ രാജാവ് ചാവേറുകളെ അയക്കും. അവർ സാമൂതിരിയുടെ പടയുമായി ഏറ്റുമുട്ടി വീരചരമം പ്രാപിക്കും. ഇതാണ് പ്ലോട്ട്. അങ്ങനെ 12 വർഷം കൂടിയ ഒരു ദിവസം ചന്ദ്രോത്ത് വലിയ പണിക്കർ ആൻഡ് സൺസ് സാമൂതിരിയെ കൊല്ലാനായി മാമാങ്കത്തിനെത്തും. സാമൂതിരി തിരുമനസ് ഈ മാമാങ്ക മഹാമകത്തിന്റെ രക്ഷാപുരുഷനായി ആരോപണം ചെയ്യുന്നത് എതിർപ്പ് നിൽക്കാൻ ഈ നാട്ടായ്മയിൽ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ വലിയ പണിക്കർ എയറിൽ നിന്നുകൊണ്ട് തന്നെ സാമൂതിരിയെ കൊല്ലാനായി അമ്പ് എയ്യും. ആ അമ്പ് എന്ന് കൊണ്ടത് അടുത്ത് നിന്ന നമ്പൂതിരിക്ക്. നല്ല ബെസ്റ്റ് ഉന്ന. കളവന് നല്ല ഉന്നമില്ലാത്തോണ്ട് ചത്തില്ല. നമ്പൂതിരി എങ്കിൽ നമ്പൂതിരി. ഒരു തിരി കുറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് വലിയ പണിക്കര് ഫൈറ്റിന് ഇറങ്ങും. ചേടാ, കണ്ണിച്ചോരയില്ലാത്തവനെന്നൊക്കെ കേട്ടിട്ടുണ്ട്. വയറ്റിച്ചോരയില്ലാത്തവൻ ആദ്യമായിട്ട് കാണുമോ? വാള് വയറ്റിക്കൂടെ കയറി വായിക്കൂടെ പുറത്തിറങ്ങി, എന്നിട്ട് ഒരു തുള്ളി ചോരയില്ല. കക്ഷത്തിനിടയ്ക്ക് വാള് ഇറുക്കി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ചോര വരാനാ? അപ്പോഴേക്കും ബാക്കിയുള്ള പടയാളികൾ വന്ന് വലിയ പണിക്കരെ അങ്ങ് വളയും. അപ്പം നമ്മൾ വിചാരിക്കും വലിയ പണിക്കര് വീണ്ടും മറ്റേ ഹെലികോപ്റ്റർ ഷോട്ട് അടിക്കുമെന്ന്. പക്ഷേ ഇല്ല, അവിടെയാണ് ട്വിസ്റ്റ്. പുള്ളി അരയിലിരുന്ന ഉരുളി എടുത്തങ്ങ് വീശും.
അങ്ങനെ ഉറുമി വീശി പൊടി പാറിച്ച് അവിടെ പാർക്ക് ചെയ്തിരുന്ന ആനയുടെ തലയിലൊക്കെ ചവിട്ടി കയറിട്ട് കെട്ടി വലിച്ച് പൊങ്ങിച്ചാടി ഉരുണ്ടു മറിഞ്ഞ് ഒരു വിധത്തിൽ സ്റ്റേജിലെത്തി സാമുദ്രിയെ കൊല്ലാൻ നോക്കിയപ്പോൾ സാമൂതിരി ഈ സർക്കസ് ഒന്നും കാണാൻ നിൽക്കാതെ അങ്ങേരുടെ പാട്ടിന് പോയി. എന്തോ ചെയ്യുമെന്ന് പറ. അങ്ങനെ 24 വർഷം കഴിഞ്ഞു. ഈ 24 വർഷത്തിനിടയ്ക്ക് 2 ഡസൻ ചാവേറുകൾ പോയി ഡെഡായി. ഇപ്പോൾ ചന്ദ്രോത്ത് തറവാട്ടിലെ കാരണവരാണ് സ്മോൾ പണിക്കർ ഉണ്ണി. പള്ളിക്കട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലുക്ക് മെത്തെ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. അപ്പം ചെറിയ പണിക്കർ വന്ന് അമ്മയോട് പറയും, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. അമ്മേ, എന്നും പാമ്പും വേതാളോ ഷക്കീലയോ ഒക്കെയാ. ഇന്നാ നല്ലൊരു സ്വപ്നം കണ്ടത്. തിരുമാന്താം കുന്നിലമ്മ വന്നെ കട്ടിലിരുന്നു. അയ്യോ, ഭാവങ്ങളൊന്നും അടുത്തോടെ പോലും പോയിട്ടില്ലല്ലോ. ഓ എക്സ്പ്രഷൻ എന്തെങ്കിലും വിട്ടാൽ ഓവർ ആക്ടിങ് ആണെന്ന് ആളുകൾ പറഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. കാലം മാറിയില്ലേ ഉണ്ണി? ഇനിയെങ്കിലും ഈ അഭിനയൊക്കെ ഒന്ന് പഠിച്ചുകൂടെ? സംഭവം എന്താണെന്ന് വെച്ചാൽ ചെറിയ പണിക്കർ ഉണ്ണിക്ക് വീട്ടിനകത്ത് തന്നെ ഇരുന്ന് ബോറടിച്ചു. 5-6 മാസം ലോക്ക്ഡൗൺ വന്ന വീട്ടിനകത്ത് തന്നെ ഇരുന്നതിൻ്റെ പാട് നമുക്കറിയാം. അപ്പോഴാണ് ഒരുത്തിന് 24 വർഷമായിട്ട് പെരയ്ക്കകത്ത് കുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ചെറിയ പണിക്കരെ വീടിന് പുറത്തോട്ട് വിടാത്തതിൻ്റെ കാരണം വേറൊന്നും കൊണ്ടല്ല. പണ്ട് മാമാങ്കത്തിന് ചാടിക്കളിക്കാൻ പോയ വലിയ പണിക്കര് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്, ഈ തലകറിച്ചവനെ വീടിൻ്റെ പുറത്തോട്ട് വിടരുതെന്ന്. പണിക്കര് കള്ളൻ, അയാളെങ്ങനെ പിടിച്ച് പൂട്ടിയിടണം അപ്പം അറിയാം. ഒരു ദുസ്വപ്നം കാണലും പണിക്കരും ജാതകവും എല്ലാം അനുഭവിക്കാൻ ഞാനുണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പോൾ പുള്ളിക്കൊരാഗ്രഹം, മാമാങ്കം കൂടണം, കൂട്ടത്തിൽ മൂന്നാറും മുണ്ടക്കയോ ഒന്ന് കാണണം. തിരുമാന്താം കുന്നിലമ്മ വിളിച്ചതില് ഞാൻ പോകാതിരിക്കുന്നത് എങ്ങനെ? അപ്പൊ അവിടെയുള്ള മുതിർന്നവരെല്ലാരും കൂടെ ഒരു മീറ്റിംഗ് നടത്തും. ഈ മണ്ണ് തുടിക്കണത് അവരുടെ ചോരയ്ക്ക് പ്രതികാരം ചോദിക്കാനാണ്. അവരൊക്കെ വീരസ്വർഗം പൂകിയത് ഈ നാടിന്റെ മാനം കാക്കാനാണ്. പെറ്റ വയറിന്റെ പെണ്ണ് വള്ളുവനാടിന്റെ മാനം കാക്കാൻ, അല്ലെങ്കിൽ ഇന്നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ എന്തിനു പെറണു? ഈ അമ്മച്ചിയിൽ എന്തോന്നാ ഈ പറയുന്നേ? നാടിന്റെ മാനം കാക്കാനെന്നും പറഞ്ഞുകൊണ്ട് 100-500 പേരുള്ള ആർമിയുടെ നടുക്കോട്ട് 8-10 പേര് വോളണ്ടറി ആയിട്ട് ചെന്ന് കയറി കൊടുത്ത് മരിച്ചു വീഴുകയാണോ വേണ്ടത്? ഓരോ 12 വർഷം കൂടുമ്പോഴും പുതിയ ബാച്ചിനെ അയക്കാൻ വേണ്ടി മാത്രമാണോ അവിടുത്തെ സ്ത്രീകൾ പ്രസവിക്കേണ്ടത്? അമ്മച്ചിക്ക് ചുമ്മാ വടിയും കുത്തിപ്പിടിച്ചുകൊണ്ടിരുന്ന് അങ്ങ് പറഞ്ഞാൽ മതി. വലിയ പണിക്കർ വിചാരിച്ചിട്ട് നടന്നില്ല, പിന്നെ ഈ കുഞ്ഞു പണിക്കര് പാർട്ടി കയറിയ പിന്നെ മരണമുണ്ടോ? വള്ളുവനാട്ടിലെ കുട്ടികൾക്കല്ലാതെ മലക്കങ്ങളും പെരുമലക്കങ്ങളും ആർക്കും അറിയണേ? അടിമയായി ജീവിച്ച് മരിക്കലല്ല, ചാവേറായി ചാവലാണ് നമ്മുടെ പാരമ്പര്യം. എന്നാ പിന്നെ ഈ പറയുന്ന നിങ്ങൾക്ക് അങ്ങ് പോയിക്കൂടെ? അല്ല, നിങ്ങളും ആ നാട്ടിലുള്ളതാണല്ലോ. കണ്ടിട്ട് ഈ പറയുന്ന മലക്കവും പെരുമലക്കവും ഒക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ആളാണെന്ന് കണ്ടാലും പറയും. അല്ലേലും നാട്ടിലുള്ള ചില അമ്മാവന്മാർക്ക് അരമതിലെ കയറിയിരുന്ന മോട്ടിവേഷൻ കൊടുത്ത ആളെ കൊല്ലിക്കാൻ വലിയ താല്പര്യമാണ്. എനിവേസ്, ഉണ്ണിപ്പണിക്കർ അങ്ങനെ മാമാങ്കത്തിനൊന്നും പറഞ്ഞുകൊണ്ട് മൂന്നാറിന് പോകാൻ പ്ലാനിട്ട് നിൽക്കുമ്പോഴാണ് പെങ്ങടെ മോൻ വന്നിട്ട് പറയുന്നത്, അമ്മാവാ, എനിക്കും ദർശനം ഉണ്ടായി. മാമാങ്കത്തിന് ഞാനും വരുന്നു. അല്ലേലും അതങ്ങനെ. നമ്മൾ ഒരുങ്ങിക്കെട്ടി ഒരു വഴിക്ക് പോകാൻ ഇറങ്ങാൻ നിൽക്കുമ്പോഴായിരിക്കും കുടുംബത്തിലെ കുറിപ്പ് വന്നിട്ട് മാമ എന്നെ കൂടെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് കംപ്ലീറ്റ് പരിപാടി കുളമാക്കുന്നത്. നിന്നെ കൊണ്ടുപോകാൻ എനിക്കും കിട്ടിയത് തിരുമാന്താംകുന്നിൽ അമ്മയുടെ ദർശനം തന്നെയാ. അല്ലാതെ ഒൺലി ഫാൻസിന്റെ സബ്സ്ക്രിപ്ഷൻ ഒന്നും അല്ല. പോവുകയാണെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോയാൽ മതി എന്ന് ചെറുക്കം വാശി പിടിക്കും. അന്നേരം നമ്മുടെ ഉണ്ണിപ്പണിക്കരുടെ അമ്മ ലാസ്റ്റ് ആയിട്ട് വന്ന് മോനെ ഈ ട്രിപ്പിൽ നിന്ന് ഒന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. നീ കൂടെ പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് തിരുനെല്ലിയിൽ പിണ്ടവും വെച്ച് പോകും. അടിപൊളി. പിന്തിരിപ്പിക്കാൻ പോയതാ. അമ്മച്ചിക്ക് വായിക്കറി ഇട്ടിട്ടേ പോകത്തുള്ളത്. അത് പിന്നെ പോട്ടെ, ചിലപ്പോൾ അവരുടെ രീതി അങ്ങനെ ആയിരിക്കും. അങ്ങനെ ആ കുഞ്ഞും ഉണ്ണിയും കൂടെ കുഞ്ഞുണ്ണി എന്നും പറഞ്ഞുകൊണ്ട് കോംബോ ആയിട്ട് മാമാങ്കത്തിന് പോകും.